ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ഇൻട്രോവർട്ടുകളാണ്. അവരധികം സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ കുറേ പേർക്കൊക്കെ ഇവർ ഇഷ്ടമാണ്. ഇവരെ അടുത്തറിഞ്ഞവർ ഇവരെ വിട്ട് പോവില്ല. നിങ്ങൾക്കൊരു അഫെയർ ഉണ്ടെങ്കിൽ ആ അഫെയറിലുള്ള നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചതിക്കാൻ സാധ്യത വളരെ കുറവാണ്. 2025 ജൂലൈയിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇമോഷണൽ ബ്രേക്ക് ത്രൂ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു ഗ്യാപ്പൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ വർക്കിംഗ് സ്ഥലത്ത് നിങ്ങളുടെ ബോസിൻ്റെ അടുത്തുനിന്നോ സബോർഡിനേറ്റിൻ്റെ അടുത്തുനിന്നോ ചിലപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടിയില്ല എന്ന് വരും. അതും കൊണ്ട് നിങ്ങൾ അതെന്തായാലും നിങ്ങൾ ഗൗനിക്കരുത്. നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ വർക്ക് പക്കയായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ആർട്ട്, ഹീലിംഗ്, സ്പിരിച്വലി എന്നീ മേഖലയിലൊക്കെ ജൂൺ 2ാം വാരത്തിൽ എന്തായാലും ഇവരൊക്കെ ഷൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ടീമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാഷ് ഉണ്ടാവും. ഇമോഷണലി എന്തായാലും അവരുടെ അടുത്ത് സംസാരിക്കരുത്. കൈൻഡായിട്ട് സംസാരിക്കുന്നതായിരിക്കും അഭികാമ്യം. ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ പുതിയ പ്രൊജക്റ്റ്, പ്രപ്പോസൽ അതെല്ലാം ഓപ്പൺ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ ആദ്യ വാരത്തിൽ സ്പിരിച്വൽ ആൻഡ് റിലീജിയൻ എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. അങ്ങനെ എക്സ്പെൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനഃശാന്തി എന്തായാലും ഉണ്ടാവും. പക്ഷെ ഓവറായിട്ട് എക്സ്പെൻസ് ചെയ്യരുത്. നിങ്ങൾക്ക് വല്ല കടബാധ്യത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കൊടുത്ത വല്ല എമൗണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തായാലും റീഫണ്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ 2ാം വാരത്തിലാണ് ഇത് സംഭവിക്കുക. കൂട്ടുകാർക്കോ കുടുംബത്തിലുള്ളവർക്കോ കടം കൊടുക്കരുത്. നോന്ന് പറയുക. നിങ്ങൾക്ക് നോന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പൈസ എന്തായാലും നിങ്ങൾക്ക് ഭാവിയിൽ തിരിച്ചു കിട്ടില്ല. അപ്പം തരാന്നൊക്കെ പറയും, പക്ഷെ തരില്ല. നിങ്ങൾ നോന്ന് പറയുക. പറ്റില്ല എന്ന് വേണച്ചാൽ വിനയത്തോടെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം വരാം. അപ്പോൾ ഇൻകം വന്നല്ലോ അതും കൊണ്ട് കടം കൊടുക്കാമെന്ന് വിചാരിച്ച് കടം കൊടുക്കരുത്. കാരണം ആ ഇൻകം നിങ്ങൾക്ക് ഭാവിയിൽ ഒരു അസറ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇൻകമാണ്. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും. ആ ഹെൽത്ത് ഇഷ്യൂ വരുന്നത് നല്ലതാണ്. കാരണം അതിൽ ഫാമിലി ആയിട്ട് ഒരു ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും. പാർട്ട്ണറായിട്ടും നിങ്ങൾ ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് കാമായിട്ടെല്ലാം കേൾക്കാം. പക്ഷെ കുറച്ച് തുറന്ന് പറയുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരുടെ ദേഷ്യം പാർട്ട്ണറുടെ അടുത്ത് ചെയ്യരുത്. പക്ഷെ എന്തെങ്കിലും സംഭവം ഉണ്ടായത് പാർട്ട്ണറുടെ അടുത്ത് എന്തായാലും പറയുക. നിങ്ങളുടെ ഹോബീസ് പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിലെന്തായാലും നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. ഒരു മെസ്സേജൊക്കെ നിങ്ങളുടെ പാസ്റ്റ് ലവറിൻ്റെ അടുത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇമോഷണലി കയറിയിട്ട് ഒരുപാട് സംസാരിക്കരുത്, അത് വഴി തെറ്റിക്കും. സ്ലീപ്പിംഗ് ഇഷ്യൂസ് വരും. അത് ലേഡീസ് ആണെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് വരും. അതും കൊണ്ടാണ് ബൗണ്ടറി വെക്കാൻ പറയുന്നത്. 2025 ജൂലൈയിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇമോഷണൽ ബ്രേക്ക് ത്രൂ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു ഗ്യാപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു ഗ്യാപ്പൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ വർക്കിംഗ് സ്ഥലത്ത് നിങ്ങളുടെ ബോസിൻ്റെ അടുത്തുനിന്നോ സബോർഡിനേറ്റിൻ്റെ അടുത്തുനിന്നോ ചിലപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടിയില്ല എന്ന് വരും. അതും കൊണ്ട് നിങ്ങൾ അതെന്തായാലും നിങ്ങൾ ഗൗനിക്കരുത്. നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ വർക്ക് പക്കയായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ആർട്ട്, ഹീലിംഗ്, സ്പിരിച്വലി എന്നീ മേഖലയിലൊക്കെ ജൂൺ 2ാം വാരത്തിൽ എന്തായാലും ഇവരൊക്കെ ഷൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ടീമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാഷ് ഉണ്ടാവും. ഇമോഷണലി എന്തായാലും അവരുടെ അടുത്ത് സംസാരിക്കരുത്. കൈൻഡായിട്ട് സംസാരിക്കുന്നതായിരിക്കും അഭികാമ്യം. ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ പുതിയ പ്രൊജക്റ്റ്, പ്രപ്പോസൽ അതെല്ലാം ഓപ്പൺ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ ആദ്യ വാരത്തിൽ സ്പിരിച്വൽ ആൻഡ് റിലീജിയൻ എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. അങ്ങനെ എക്സ്പെൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനഃശാന്തി എന്തായാലും ഉണ്ടാവും. പക്ഷെ ഓവറായിട്ട് എക്സ്പെൻസ് ചെയ്യരുത്. നിങ്ങൾക്ക് വല്ല കടബാധ്യത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കൊടുത്ത വല്ല എമൗണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തായാലും റീഫണ്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ 2ാം വാരത്തിലാണ് ഇത് സംഭവിക്കുക. കൂട്ടുകാർക്കോ കുടുംബത്തിലുള്ളവർക്കോ കടം കൊടുക്കരുത്. നോന്ന് പറയുക. നിങ്ങൾക്ക് നോന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പൈസ എന്തായാലും നിങ്ങൾക്ക് ഭാവിയിൽ തിരിച്ചു കിട്ടില്ല. അപ്പം തരാന്നൊക്കെ പറയും, പക്ഷെ തരില്ല. നിങ്ങൾ നോന്ന് പറയുക. പറ്റില്ല എന്ന് വേണച്ചാൽ വിനയത്തോടെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം വരാം. അപ്പോൾ ഇൻകം വന്നല്ലോ അതും കൊണ്ട് കടം കൊടുക്കാമെന്ന് വിചാരിച്ച് കടം കൊടുക്കരുത്. കാരണം ആ ഇൻകം നിങ്ങൾക്ക് ഭാവിയിൽ
ഒരു അസറ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇൻകമാണ്. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും. ആ ഹെൽത്ത് ഇഷ്യൂ വരുന്നത് നല്ലതാണ്. കാരണം അതിൽ ഫാമിലി ആയിട്ട് ഒരു ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും. പാർട്ട്ണറായിട്ടും നിങ്ങൾ ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് കാമായിട്ടെല്ലാം കേൾക്കാം. പക്ഷെ കുറച്ച് തുറന്നു പറയുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരുടെ ദേഷ്യം പാർട്ട്ണറുടെ അടുത്ത് ചെയ്യരുത്. പക്ഷെ എന്തെങ്കിലും സംഭവം ഉണ്ടായത് പാർട്ട്ണറുടെ അടുത്ത് എന്തായാലും പറയുക. നിങ്ങൾ നിങ്ങളുടെ ഹോബീസ് പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിലെന്തായാലും നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. ഒരു മെസ്സേജൊക്കെ നിങ്ങളുടെ പാസ്റ്റ് ലവറിൻ്റെ അടുത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇമോഷണലി കയറിയിട്ട് ഒരുപാട് സംസാരിക്കരുത്, അത് വഴി തെറ്റിക്കും. സ്ലീപ്പിംഗ് ഇഷ്യൂസ് വരും. അത് ലേഡീസ് ആണെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് വരും. അതുകൊണ്ടാണ് ബൗണ്ടറി വെക്കാൻ പറയുന്നത്.